തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രായ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അല്പം വേദശാസ്ത്ര പ്രധാനമായ ഒരു വേദവാക്യമാണിത്. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവത്തോടൊപ്പം ശബത്തിൻ്റെ സമാധാനത്തിലേക്കും സ്വസ്ഥതയിലേക്കും പ്രവേശിക്കുവാനുള്ള അവസരം ശേഷിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. ശബത്തിൽ ദൈവം അനുഭവിച്ച സ്വസ്ഥത ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണുന്നു. ദൈവം ആദിയിൽ സൃഷ്ടി നടത്തിയ സൃഷ്ടി വിവരണം സൂക്ഷിച്ചു നോക്കിയാൽ ഓരോ ദിവസവും സൃഷ്ടി കഴിയുമ്പോൾ ആ ദിവസത്തെ പൂർണ്ണമായി അവസാനിപ്പിച്ച് അടുത്ത ദിവസത്തേക്ക് പ്രവേശിക്കുന്നതായി നമുക്ക് കാണാം. അതായത് സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം, അതുപോലെ 6-ാം ദിവസം വരെ സന്ധ്യയിൽ ആരംഭിച്ച് പകൽ പൂർണ്ണമായി കഴിയുമ്പോൾ ആ ദിവസത്തെ സൃഷ്ടികർമ്മങ്ങൾ കഴിഞ്ഞ് കർത്താവ് ആ ദിവസത്തിന് മുദ്ര വെച്ച് പൂർത്തീകരിക്കുന്നതായി കാണാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യത്തിലെത്തുമ്പോൾ 7-ാം ദിവസം ദൈവം തൻ്റെ സകല പ്രവൃത്തിയിൽ നിന്ന് സ്വസ്ഥനായി 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ ദിവസം സന്ധ്യയായി ഉഷസ്സുമായി 7-ാം ദിവസം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ ഈ ദിവസം ദൈവകൽപ്പന അനുസരിക്കുന്ന സകല ദൈവമക്കൾക്കും ദൈവത്തോടൊപ്പം സ്വസ്ഥത ആസ്വദിക്കുവാനായി ദൈവം തുറന്ന വാതിലുമായി കാത്തിരിക്കുന്ന നിത്യ സമാധാനത്തിൻ്റെ ദിവസം എന്നാണ്. ഇന്നും ആ സമാധാനത്തിൻ്റെ ശബത്ത് അനുഭവം തുറന്ന വാതിലായി തുടരുകയാണ്. ഈ ശബത്ത് അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ യഹൂദ ജനത്തോടുള്ള യഹോവയായ ദൈവത്തിൻ്റെ വാഗ്ദാനം അവരുടെ അനുസരണക്കേടും പെറുപെറുപ്പും ഹൃദയകാഠിന്യവും നിമിത്തം അവർക്ക് ലഭിക്കാതെ പോയി. 95-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ അവർക്കത് നൽകുകയില്ല എന്ന് യഹോവ ക്രോധത്തോടെ സത്യം ചെയ്യുന്നതായി നാം വായിക്കുന്നു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവജനത്തിന് അനുഭവിക്കുവാനായി ദൈവം തുറന്നു വച്ചിരിക്കുന്ന ഒരു മഹാസന്തോഷ അനുഭവമാണ് ദൈവത്തിൻ്റെ ശബത്ത് അനുഭവം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കൾക്ക് ലഭിക്കാതെ പോയ ആ വാഗ്ദത്തം ഇന്നും അവശേഷിച്ചിരിക്കുന്നതാണ് എബ്രായ ലേഖനം 3-ഉം 4-ഉം അധ്യായങ്ങളിലെ പ്രധാന പ്രമേയം. 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക എന്ന ജാഗ്രതയുടെ ആഹ്വാനത്തോടു കൂടിയാണ്. ഇസ്രായേൽ മക്കളെ പോലെ നാമും ആ സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാഞ്ഞത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാതിരുന്നതാണ് ഇസ്രായേൽ മക്കൾക്ക് നാശഹേതുകം ആയത്. 95-ാം സങ്കീർത്തനം 8-ാം വാക്യം മുതൽ നാം അത് വായിക്കുന്നു. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബായിലെ പോലെയും മരുഭൂമിയിൽ മസ്സാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു. യഹോവയായ ദൈവത്തിൻ്റെ സുശക്തമായ കരങ്ങളുടെ സംരക്ഷണം നേരിട്ട് കണ്ടിട്ടും യഹോവയിൽ വിശ്വസിക്കാതെ യഹോവയ്ക്കെതിരെ പെറുപെറുത്ത ജനത്തെ പോലെ ആകാതെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ അവകാശികളാകുവാൻ പൗലോസ് ശ്ലീഹ പുതിയ ഇസ്രായേലാകുന്ന ക്രൈസ്തവ സഭയെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇന്നും ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന പ്രത്യാശ ക്രൈസ്തവ സമൂഹത്തിനായി പൗലോസ് ശ്ലീഹ നൽകുന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് പറ്റിയ പരാജയം കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല എന്നതായിരുന്നു. കേൾക്കുന്ന വചനം ആത്മാവിലേക്ക് ആഗിരണം ചെയ്യുന്നതിനെ തിരസ്കരിക്കപ്പെടുന്നതാണ് നമ്മുടെയും ആത്മീയ പരാജയങ്ങളുടെ കാരണം. കർത്താവ് തന്നെ അനേക സന്ദർഭങ്ങളിൽ തൻ്റെ പ്രസംഗശേഷം കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്നത് നാം കാണുന്നുണ്ടല്ലോ. ബാഹ്യമായ ചെവിയേക്കാൾ ആത്മാവിൻ്റെ ആന്തരിക ചെവികളിലൂടെ വചനം ഉള്ളിലേക്ക് ആവാഹിക്കപ്പെടുന്നില്ല എങ്കിൽ കേൾക്കുന്ന വചനം വഴിയരികിലോ പാറുസ്ഥലത്തോ മുള്ളിനിടയിലോ വിതയ്ക്കപ്പെട്ട വചനം പോലെ പാഴാവുകയേ ഉള്ളൂ. വചന കേൾവിയെ 6 തരത്തിലാണ് മനുഷ്യർ സ്വീകരിക്കുന്നതെന്ന് വില്യം ബാർക്ക്ലെ എന്ന വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. 1, ഇൻഡിഫറൻറ്റ് ഹിയറിംഗ് ആണ്. പ്രത്യേക താല്പര്യമോ വികാരമോ ഒന്നുമില്ലാതെ മറ്റനേക വിഷയങ്ങളിൽ മനസ്സ് വ്യാപരിച്ച് അലക്ഷ്യമായി കേൾക്കുന്ന കേൾവിയാണിത്. 2, ഡിസ്ഇൻട്രസ്റ്റഡ് ഹിയറിംഗ് ആണ്. ശ്രദ്ധയില്ലാതെയും കേൾക്കുന്ന വിഷയത്തോട് ആഗ്രഹമില്ലാതെയും ഉദാസീനമായി കേൾക്കുന്ന കേൾവിയാണിത്. 3, ക്രിട്ടിക്കൽ ഹിയറിംഗ്. കേൾക്കുന്ന വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിനപ്പുറം
വിമർശനാത്മകമായി വിവരങ്ങളെ അപഗ്രഥിച്ച് അവയുടെ യുക്തി, സാങ്കത്യം, വിശ്വാസ്യത എന്നിവ വിലയിരുത്തി കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന രീതിയാണ് ക്രിട്ടിക്കൽ ഹിയറിംഗ്. 4. സ്കെപ്റ്റിക്കൽ ഹിയറിംഗ്. സംശയത്തോടു കൂടിയുള്ള കേൾവിയാണിത്. കേൾക്കുന്ന കാര്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് സംശയിച്ച് അവയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുവാൻ ഈ കൂട്ടർ പരിശ്രമിക്കുന്നു. 5. സിനിക്കൽ ഹിയറിംഗ്. പ്രസംഗിക്കുന്ന ആളിൻ്റെ ആത്മാർത്ഥതയെ സംശയിച്ച് പ്രസംഗത്തിൻ്റെ ദോഷവശങ്ങൾ കണ്ടുപിടിക്കുന്ന ആളുകളാണ് ഈ കൂട്ടർ. 6. ശരിയായ കേൾവി, ഈഗർലി ഹിയറിംഗ് ആണ്. കാര്യക്ഷമതയോടും ആകാംക്ഷയോടും കൂടിയുള്ള കേൾവിയാണിത്. നല്ല നിലത്ത് വീണ വിത്ത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കേൾവിയെ കുറിച്ചാണ്. ഇത് അവർ ആത്മാവിൻ്റെ ശാക്തീകരണത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ആകയാൽ ലോകാരംഭം മുതൽ തന്നെ തൻ്റെ സ്വന്തം ജനത്തിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വസ്ഥതയുടെ ശബത്ത് അനുഭവം ദൈവത്തോടൊപ്പം സന്തോഷത്തോടെ ആസ്വദിക്കുവാനുള്ള ദൈവവിളി നേടുവാനുള്ള ജാഗ്രത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. കേൾക്കുന്ന വചനങ്ങൾ വിശ്വാസമായി നമ്മിൽ പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.